Hello dear students. So this class is the fundamental aspects of the carbohydrates. Some of you have joined late. So through this class I would like to give you an introduction to carbohydrates. Okay. So carbohydrates are biomolecules. So in the first classes I had given a preliminary introduction to what biomolecules are. Biomolecules are life-sustaining molecules. Life-sustaining molecules എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഓൾറെഡി നിങ്ങൾക്കറിയാം കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്സ്, ലിപ്പിഡ്സ് ഇവയെല്ലാമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബയോമോളിക്യൂൾസ്. അതിൽ തന്നെ ഓരോരുത്തർക്കും ഓരോ സവിശേഷതകളുണ്ട്. ഓരോ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ് സെല്ലുകളിൽ ഈ ബയോമോളിക്യൂൾസ് നിർവഹിക്കുന്നത്. ഞാനിപ്പോൾ 4 ബയോമോളിക്യൂൾസിന്റെ പേര് പറഞ്ഞു. അതിൽ തന്നെ അവര് തമ്മിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫംഗ്ഷനുകൾ നിർവഹിക്കുമ്പോൾ തന്നെ അവരിൽ ഓരോ സിമിലാരിറ്റി ഉണ്ട്. എന്താന്ന് വെച്ചാൽ അതായത് ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ they are the molecules which sustain life in cells. Cells are the basic unit of life. അപ്പോൾ we have around 50 trillion cells. നമുക്ക് കണക്കാക്കാവുന്നതിലും വളരെ അധികം സെല്ലുകൾ നമ്മളുടെ മനുഷ്യ ശരീരത്തിലുണ്ട്. ഇതുപോലെ ഓരോ ജന്തുക്കൾക്കും ഇതുപോലെ തന്നെ സെല്ലുകൾ ഉണ്ട്. അപ്പൊ ഈ സെല്ലുകളിലൊക്കെ ലൈഫ് സസ്റ്റെയിൻ ചെയ്യുന്നത് ഈ മോളിക്യൂളുകളുടെ പ്രവർത്തനവും കമ്മ്യൂണിക്കേഷനും വഴിയാണ്. ഈ 4 ബയോമോളിക്യൂളുകളും എല്ലാം ഒരു സിമിലർ ആയിട്ടുള്ള ഫീച്ചർ ഉണ്ട്. ഒന്ന് ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, ഇതെല്ലാം ലോങ് ചെയിൻ കാർബൺ കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, സോ കാർബൺ വിൽ ഫോം ദ സ്കെൽട്ടൻ ആൻഡ് അതിന് ചുറ്റുമുള്ള ബോണ്ടുകളാണ് ഇതിനകത്ത് എല്ലാം ഉള്ളത്. രണ്ടാമത്തെ കാര്യം, ഇതിലെല്ലാത്തിനകത്തും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മോണോമെറിക് യൂണിറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബയോമോളിക്യൂൾസിനെ നമ്മൾ ബയോ പോളിമേഴ്സ് എന്ന് വിശേഷിപ്പിക്കും. ഇപ്പൊ കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ ഇതുപോലെ ഗ്ലൂക്കോസ് മോണോസാക്രൈഡ് റെസിഡ്യൂസ് വെച്ചിട്ടാണ് ബോണ്ട് ചെയ്ത് ഒരുപാട് യൂണിറ്റ്സ് ഉള്ളത്. പ്രോട്ടീൻസ് ഇതുപോലെ അമിനോ ആസിഡ്സ് വെച്ചിട്ടാണ്. ലിപ്പിഡ്സ് ഇതുപോലെ ഫാറ്റി ആസിഡ് വെച്ചിട്ടാണ്. ന്യൂക്ലിക് ആസിഡ്സ് ഇതുപോലെ ന്യൂക്ലിയോടൈഡ്സ് വെച്ചിട്ടാണ്. അപ്പോൾ എല്ലാ ബയോമോളിക്യൂളുകളും ഇതുപോലെ പോളിമേഴ്സ് ആണ്. എല്ലാത്തിലും ലോങ് ചെയിൻ കാർബൺ കോമ്പൗണ്ട്സ് ആണ് ഉള്ളത്. അപ്പൊ കാർബോഹൈഡ്രേറ്റ്സിന്റെ കാര്യം പറയുമ്പോൾ സ്റ്റാർട്ടിംഗ് ഓഫ് വിത്ത് കാർബോഹൈഡ്രേറ്റ്സ്, അതിന്റെ ബേസിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ അതിന്റെ കെമിക്കൽ ഡെഫിനിഷൻ ഇറ്റ് ഇസ് ഈദർ polyhydroxy aldehydes or polyhydroxy ketones. So the fundamental chemistry ഇങ്ങനെ പറയും. ഓക്കെ, അതിന്റെ ഒരു ജനറൽ ഫോർമുല ഉണ്ട്, CnH2nOn. അപ്പോൾ CnH2nOn അതാണ് അതിന്റെ ജനറൽ ഫോർമുല. നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ ഗ്ലൂക്കോസ് ആണെങ്കിൽ C6H12O6, ഇപ്പൊ 3 കാർബൺ ആണെങ്കിൽ C3H6O3. ഓക്കെ, അപ്പോൾ ഈ മോണോസാക്രൈഡ്സ്, ഡൈസാക്രൈഡ്സ്, ഒളിഗോസാക്രൈഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിന്റെ യൂണിറ്റ്സ് ഉള്ളത്. മോണോസാക്രൈഡ് എന്ന് പറഞ്ഞാൽ ഒറ്റ ചെറിയ യൂണിറ്റ് ആണ്. ഡൈസാക്രൈഡ് എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ 2 യൂണിറ്റുകൾ തമ്മിൽ ചേർന്നിട്ടുള്ളതാണ്. ദേ ആർ ഹെൽഡ് ടുഗെദർ ബൈ എ ബോണ്ട്. ഒളിഗോസാക്രൈഡ് എന്ന് പറഞ്ഞാൽ ഒരു 10ഓ 12ഓ ഷുഗർ ഗ്രൂപ്പ്സ്. ഷുഗർ എന്ന് പറയുന്നത് സാക്രൈഡ് എന്ന് പറയുന്നത് ഒന്നാണ്. 8ഓ 10ഓ റെസിഡ്യൂസ് ഉള്ള ഒരു മോളിക്യൂളിനെയാണ് ഒളിഗോസാക്രൈഡ് എന്ന് പറയുന്നത്. ഒരുപാട് മോളിക്യൂളുകൾ ഇതുപോലെ ചേർന്നിട്ടാണ് പോളിസാക്രൈഡ്. അപ്പൊ നമ്മൾ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പോളിസാക്രൈഡ് ആണ്. അനേകം മോണോസാക്രൈഡ് യൂണിറ്റുകൾ ചേർന്നിട്ട് ഉള്ള വലിയ മോളിക്യൂളാണ് പോളിസാക്രൈഡ്. ആ പോളിസാക്രൈഡ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ പറയുന്ന ഫങ്ഷൻസ് എല്ലാം ഈ കാർബോഹൈഡ്രേറ്റ്സ് നിർവഹിക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന്, അപ്പൊ ഫങ്ഷണൽ പോളിസാക്രൈഡ് ആണ് കാർബോഹൈഡ്രേറ്റ്. ഓക്കെ, സോ കാർബോഹൈഡ്രേറ്റ്സിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ, ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻ, ഇത് എനർജിയുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇപ്പൊ നമ്മൾക്ക് തന്നെ അറിയാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ എല്ലാം അടങ്ങിയിരിക്കുന്നത് പോളിസാക്രൈഡ് ആണ്. സോ ഇറ്റ് ഇസ് ദ പ്രിൻസിപ്പൽ സോഴ്സ് ഓഫ് എനർജി. അപ്പൊ മെറ്റബോളിസവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് എനർജി തരുന്ന, നമ്മുടെ സെല്ലുകളെ നിലനിർത്തുന്ന, ജീവൻ കൊടുക്കുന്ന ഈ പദാർത്ഥങ്ങൾ ആണ് എനർജി. നമുക്ക് ഊർജം വേണം, നമുക്ക് ലൈഫ് സസ്റ്റെയിൻ ചെയ്യാൻ. അപ്പോൾ ആ പ്രിൻസിപ്പൽ സോഴ്സ് ഓഫ് എനർജി ആണ് കാർബോഹൈഡ്രേറ്റ് അഥവാ പോളിസാക്രൈഡ്. അപ്പൊ ആ പോളിസാക്രൈഡിൽ വരുന്നതാണ് സ്റ്റാർച്ചും ഗ്ലൈക്കോജനും, ഈ എനർജിയുമായി ബന്ധപ്പെട്ട്. ഓക്കെ,
അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഫംഗ്ഷനാണ് ഈ കാർബോഹൈഡ്രേറ്റ്സ് ആർ എ പാർട്ട് ഓഫ് ദി സ്ട്രക്ചർ. അത് സ്ട്രക്ചറൽ കോൺസ്റ്റിറ്റ്യൂവന്റ് ആണ്. ഇപ്പൊ സെല്ലുലോസ്, കൈറ്റിൻ, പെപ്റ്റിഡോഗ്ലൈക്കൻ. ഇപ്പൊ പലതരത്തിലുള്ള ജന്തുക്കളുടെ സെൽ വാളിന്റെ പുറത്ത്, ഇപ്പൊ ഉദാഹരണത്തിന് പ്ലാന്റ് സെൽ വാളിന്റെ ഒക്കെ റിജിഡ് ആയിട്ടുള്ള കോമ്പോണന്റ് സെല്ലുലോസ് ആണ്. ആർത്രോപോഡ്സിന്റെ ഒക്കെ സ്കെലിറ്റണിൽ വരുന്നതാണ് കൈറ്റിൻ. അതുപോലെ ബാക്ടീരിയയുടെ ഒക്കെ സെൽ വാളിന്റെ പുറത്തുള്ളതാണ് പെപ്റ്റിഡോഗ്ലൈക്കൻ. പെപ്റ്റിഡോഗ്ലൈക്കൻ എന്ന് പറയുന്നതിനകത്ത് ചെറിയ കോമ്പിനേഷൻ ഓഫ് അമിനോ ആസിഡ്സ്, അതായത് പ്രോട്ടീനും വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ് സെൽ മെംബ്രെയിന്റെ പുറത്ത് ഈ ഷുഗർ ഗ്രൂപ്പുകൾ ഉണ്ട്. ദാറ്റ് ഇസ് ബേസിക്കലി ഫോർ റെക്കഗ്നിഷൻ ഓഫ് ദി സെൽ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഗ്ലൈക്കോ ലിപ്പിഡ്സ്, ഗ്ലൈക്കോ പ്രോട്ടീൻസ് എന്നൊക്കെ പറയുന്നത് ഒരു സെല്ലിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡന്റിറ്റിയാണ്. നമ്മുടെ ക്ലാസ്സിന്റെ പുറത്ത് നമുക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്, ഫസ്റ്റ് MSc ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ് എന്നൊക്കെ പറയുന്ന പോലെ. അതുപോലെ ഓരോ സെല്ലിനും ഒരു ടാഗ് ഉണ്ടാവും. ആ ടാഗിനകത്ത് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് ലിപ്പിഡ് ബൈലെയറും പ്രോട്ടീനുമാണ്. പക്ഷെ അതിന്റെ സെല്ലിന്റെ പുറത്തേക്കും അകത്തേക്കുമായിട്ട് സെല്ലിനെ തിരിച്ചറിയാവുന്നത് ഷുഗർ റെസിഡ്യൂസിന്റെ സാന്നിധ്യം കൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. ഇത് നമുക്ക് ഫൈനൽ ലെവലിലേ വരുള്ളൂ. അതായത് പോളിസാക്രൈഡിനെ പറ്റി പഠിക്കുമ്പോഴാണ് നമുക്ക് ഈ ഫങ്ഷനുകൾ ആസ്പെക്ട് വരുന്നത്. ഓക്കെ, സോ ആദ്യം നമുക്ക് പഠിക്കേണ്ടത് ബേസിക് യൂണിറ്റ്സ് എന്താണെന്നാണ്. അതിനകത്ത് വരുന്നതാണ് മോണോസാക്രൈഡ്സ്. ഓക്കെ, അപ്പൊ മോണോസാക്രൈഡ്സിൽ വരുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളുടെ സെല്ലുകളുമായി ബന്ധപ്പെട്ട് വരുന്ന മോളിക്യൂളുകൾ ഇതാണ്: ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നൊക്കെയുള്ള മോളിക്യൂൾ. ഇതെല്ലാം 6 കാർബൺ ഷുഗേഴ്സ് ആണ്. അതുകൊണ്ട് ഇതിനെ ഹെക്സോസ് ഷുഗേഴ്സ് എന്ന് പറയും. 6 കാർബൺ. ഓക്കെ, മോണോസാക്രൈഡ്സിൽ 6 കാർബൺ ഉണ്ട്. നമുക്ക് അതിന്റെ സ്ട്രക്ചറുകൾ നമുക്ക് നോക്കാം. അപ്പൊ മോണോസാക്രൈഡ്സ് ആണ് കാർബോഹൈഡ്രേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഫണ്ടമെന്റൽ യൂണിറ്റ്സ് അഥവാ ബിൽഡിംഗ് ബ്ലോക്സ്. ഓക്കെ, 2 മോണോസാക്രൈഡുകൾ ചേരുമ്പോഴാണ് നമുക്ക് ഡൈസാക്രൈഡുകൾ കിട്ടുന്നത്. അങ്ങനെ 2ൽ കൂടുതൽ എന്നാൽ 12ൽ താഴെ വരുന്നതാണ് ഒളിഗോസാക്രൈഡ്. ഓക്കെ, ഓരോ യൂണിറ്റുകൾ 10ഓ 12ഓ എണ്ണം ഉള്ളതാണ് oligosaccharides. Okay, so let's see what are aldoses and ketoses. So here you can see the fundamental structure of the simplest sugars. ഇത് ഒറ്റ മോണോസാക്രൈഡ് യൂണിറ്റ് ആണ്. ഇതിനകത്ത് 3 കാർബൺ ഉണ്ട്. ഓക്കെ, സോ യു ക്യാൻ സി CHO, പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ്, CHO. ഓക്കെ, ഈ ചെയിൻ ഇങ്ങനെ ഓപ്പൺ ചെയിൻ ആയിട്ട് നമ്മൾ വരയ്ക്കാൻ വേണ്ടി, നമുക്ക് മനസ്സിലാവാൻ വേണ്ടി, പേപ്പറിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി എഴുതുന്ന രീതിയാണ്. ഇതിനെ നമ്മൾ FISCHE, ഫിഷർ പ്രൊജക്ഷൻ ഫോർമുല എന്ന് പറയും. Okay, so you can see this is the first carbon atom which has got the aldehyde group, then second carbon atom which is H and OH, the third carbon atom H and OH. Okay, so idana C3H6O3 എന്ന് പറയുന്ന സാധനം, ഗ്ലിസറാൽഡിഹൈഡ്. 3 കാർബൺ ഉള്ളതുകൊണ്ട് ഇതിനെ നമ്മൾ ട്രയോസ് ഷുഗർ എന്ന് പറയും. So this is glyceraldehyde. Okay, ഇനി രണ്ടാമത്തേത് ഇതേപോലെ തന്നെ ഡൈഹൈഡ്രോക്സി അസറ്റോൺ. ഈ ഗ്ലിസറാൽഡിഹൈഡും ഡൈഹൈഡ്രോക്സി അസറ്റോണും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇത് C ഡബിൾ ബോണ്ട് O ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പ്, the carbonyl group is contributed by a ketone. Okay, so this is a ketose sugar. So this is the simplest monosaccharide which has only 3 carbon atoms. This is an aldehyde group and here is the ketone group. അപ്പൊ കീറ്റോണിന്റെ കാർബണൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് C ഡബിൾ ബോണ്ട് O. അത് സെക്കൻഡ് കാർബൺ ആറ്റത്തിലായിരിക്കും കീറ്റോസിസിലുള്ളത്. നേരെ മറിച്ച് ട്രയോസ് ആൽഡോസിലകത്തുള്ളത് ഫസ്റ്റ് കാർബൺ ആറ്റത്തിലാണ് അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്. സോ പോളിഹൈഡ്രോക്സിയിൽ തന്നെ ഏറ്റവും സിംപ്ലസ്റ്റ് ഇസ് ദിസ് ഗ്ലിസറാൽഡിഹൈഡ് ആൻഡ് ഡൈഹൈഡ്രോക്സി അസറ്റോൺ. സോ കീറ്റോ ട്രയോസ് ആൻഡ് ആൽഡോ ട്രയോസ്. ഇനി നമുക്ക് ഇതിനകത്ത് ഫ്രക്ടോസും ഗ്ലൂക്കോസും കാണാം. ഫ്രക്ടോസും ഗ്ലൂക്കോസും ഇതേപോലെ കാണുമ്പോൾ ഗ്ലൂക്കോസ് ഇതുപോലെ തന്നെ, പക്ഷെ വ്യത്യാസം നോക്കൂ, കാർബൺ ആറ്റം 6 എണ്ണമാണ്. ഓക്കെ, അതാണ് ഇതിനെ ഹെക്സോസ് എന്ന് പറയുന്നത്. 5 കാർബൺ ആറ്റം ഉള്ള വസ്തുക്കളെ നമ്മൾ പെൻഡോസ് എന്ന് പറയും. ഇത് അതുപോലെ തന്നെ ഫ്രക്ടോസ്. ഫ്രക്ടോസിനകത്ത് യു ക്യാൻ സി സെക്കൻഡ് കാർബൺ ആറ്റത്തിനകത്താണ് ഇതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളത്. സോ C 6 carbon atoms terminating in a CH2OH.
So polyhydroxy ketose. It's a 6 carbon, so it is fructose. This is a 6 carbon aldose and a hexose, and with the first carbon atom the functional group. Here the second carbon atom is the functional group. So these are this is the structure of glucose and fructose. This is a hexose sugar. മോളിൽ കണ്ട ഗ്ലിസറാൽഡിഹൈഡും ഡൈഹൈഡ്രോക്സി are trioses. 4 എണ്ണമുള്ളത് tetrose, 5 എണ്ണമുള്ളത് pentose, etc. So here you can see the structure of a pentose. പെൻറ്റോസിനകത്ത് the functional group is here. പിന്നെ 5 കാർബൺ ആറ്റം. ഇതാണ് ഒരു റൈബോസ് എന്ന് പറയുന്നത്. RNA-ലൊക്കെ ഉള്ള, അതായത് ന്യൂക്ലിക് ആസിഡ് നമ്മൾ പഠിക്കുമ്പോൾ അതിലെ ഒരു കോമ്പോണന്റ് ആണ് ഈ റൈബോസ് ഷുഗർ. ഓക്കെ, അതുപോലെ തന്നെ ഇത് നമ്മുടെ DNA-ല് പ്രത്യേകത ഈ O ഇല്ല. അപ്പോ ഡീഓക്സി റൈബോസ്. ഇത് രണ്ടും 5 കാർബൺ ഷുഗേഴ്സ് ആണ് കേട്ടോ. വേറെയും ഉണ്ട് 5 കാർബൺ ഷുഗേഴ്സും 6 കാർബൺ ഷുഗേഴ്സും ഒക്കെ ഇതിൽ കൊടുത്തേക്കുന്ന എക്സാമ്പിളുകൾ അല്ലാതെ. സോ ദിസ് ഇസ് deoxyribose. It's a pentose. This is a ribose, which is also a pentose. Okay, രണ്ടും aldo ഉള്ളതുകൊണ്ട് aldo pentose. So ribose sugar and deoxyribose sugar. ഇതുപോലെ തന്നെയുള്ള കീറ്റോസിന്റെ വകഭേദത്തെ we can call ribulose. Okay, so this is with respect to monosaccharides. ഇനി ചില പ്രധാനപ്പെട്ട മോണോസാക്കറൈഡ്സ് ആണ് ഇതെല്ലാം. ഓക്കെ, ഇതിൽ തന്നെ ഈ ബോക്സ് ഇട്ടേക്കുന്നതായിരിക്കും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ഇത് ഗ്ലിസറാൽഡിഹൈഡ് നമ്മൾ നേരത്തെ കണ്ടത്. ഇത് 4 കാർബണിനകത്ത് വരുന്ന എറിത്രോസ് എന്ന് പറയുന്ന മോളിക്യൂൾ. ഇതിനകത്ത് 4 കാർബൺ ആണുള്ളത്. ഇറ്റ് ഇസ് എ കീറ്റോസ് ഷുഗർ. ഈ പിക്ചറിൽ കൊടുത്തേക്കുന്നതെല്ലാം ആൽഡോസ് ഷുഗർ ആണ് കേട്ടോ. സോറി, ദിസ് ഇസ് ആൻ ആൽഡോസ് ഷുഗർ. ഓക്കെ, 4 കാർബൺ. ഇത് 5 കാർബൺ റൈബോസ്. ഇത് 5 കാർബൺ അറാബിനോസ്. So what is the structural difference between ribose and arabinose? നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, സെക്കൻഡ് കാർബൺ ആറ്റത്തിന് ചുറ്റും ഈ സിയും OHും വ്യത്യാസം കണ്ടോ. സോ ദിസ് ഓറിയന്റേഷൻ ഇസ് ഡിഫറെന്റ്. ഇനി സൈലോസ് നോക്കുമ്പോൾ ഈ പറഞ്ഞ തേർഡ് കാർബൺ ആറ്റം ആണ് റൈബോസ് ആയിട്ട് വ്യത്യാസമുള്ളത്. സോ ദീസ് ആർ ദ സ്ട്രക്ചേഴ്സ് ഓഫ് സം ഇമ്പോർട്ടന്റ് monosaccharides. 5 കാർബൺ, 4 കാർബൺ, 3 കാർബൺ നമ്മൾ കണ്ടു. ഇനി 6 കാർബണിൽ ഇതുപോലെ നോക്കൂ. ഇതിൽ പ്രത്യേകിച്ച് ഗ്ലൂക്കോസും മാനോസും ഗാലക്ടോസും നോക്കും. സോ ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിന്റെ ഈ തേർഡ് കാർബൺ ആറ്റത്തിലാണ് OH ഇവിടെ വരുന്നത് കേട്ടോ. When you look at mannose, what is the difference between glucose and mannose? With respect to carbon atom 2, the orientation of H and OH is different. ഇവിടെ OH ലെഫ്റ്റ് സൈഡിലേക്കും H റൈറ്റ് സൈഡിലേക്കുമാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തേക്കുന്നത്. ഗാലക്ടോസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 4ാമത്തെ കാർബൺ ആറ്റത്തിലാണ് വ്യത്യാസം വിത്ത് റെസ്പെക്ട് ടു ഗ്ലൂക്കോസ്. ഓക്കെ, സോ ദിസ് ഈസ് എ പൊസിഷണൽ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു കാർബൺ ആറ്റം 4, ഗാലക്ടോസ് ആൻഡ് ഗ്ലൂക്കോസ്. മാനോസ് വിത്ത് റെസ്പെക്ട് ടു കാർബൺ ആറ്റം 2. സോ ദിസ് ഇസ് ആൻ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, അല്ല പ്രത്യേകിച്ച് മോണോസാക്കറൈഡ്സ്. ദാറ്റ് ഈസ് ഇതിന്റെ with respect to one carbon atom. അതായത് ഏതാണ് ഇത് തന്നെ നോക്കിയാൽ മതി. With respect to second carbon atom, glucose and mannose exhibit isomerism. What is isomerism? They have the same molecular formula, but the structural arrangement around a single carbon atom is different. So this type of isomerism is called epimerism. Okay, so ഈ മോണോസാക്കറൈഡുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഐസോമേഴ്സ്. ഓക്കെ, സോ ആ ഐസോമേഴ്സിൽ വരുന്ന ഒരു കാര്യമാണ് മാനോസും ഗ്ലൂക്കോസും തമ്മിൽ വിത്ത് റെസ്പെക്ട് ടു കാർബൺ ആറ്റം 2 they are epimers. Epimerism is a type of isomerism. Glucose and galactose are epimers with respect to carbon atom 4. 4ന് ചുറ്റുമാണ് അവർ വ്യത്യാസമുള്ളത്. അപ്പൊ നമുക്ക് ഇനി അടുത്ത് പഠിക്കേണ്ട ഐസോമെറിസത്തെ പറ്റിയാണ്. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഐസോമെറിസം എന്ന് പറയുന്നത് സ്ട്രക്ചറൽ റീഅറേഞ്ച്മെന്റ് ആണ്. മോളിക്കുലർ ഫോർമുല സെയിം തന്നെയായിരിക്കും. ഓക്കെ, ഇങ്ങനെ ഈ മോണോസാക്കറൈഡ്സ് വലിയ അളവിൽ ഐസോമെറിസം എക്സിബിറ്റ് ചെയ്യാനുള്ള കാരണം ഇതാണ്. ഇറ്റ് ഹാസ് ഗോട്ട് ഈ പറഞ്ഞ ഈ ഓറഞ്ച് ഈ പിങ്ക് കളർ കൊടുത്തേക്കുന്ന കാർബൺ ആറ്റംസ് എല്ലാം അസിമെട്രിക് കാർബൺ ആറ്റംസ് ആണ്. അസിമെട്രിക് കാർബൺ ആറ്റം എന്ന് പറഞ്ഞാൽ ഒരു കാർബണിന്റെ ചുറ്റും ഉള്ള വാലൻസി
4 വ്യത്യസ്തങ്ങളായ ഗ്രൂപ്പുകൾ ഉള്ളപ്പോൾ ഇപ്പൊ ഈ കാർബണെ നമ്മളൊന്ന് എടുത്തു നോക്കാം. ഈ കാർബണെ എടുത്തു നോക്കിയാൽ ഇതിന്റെ മുകളിൽ ഈ ആൽഡിഹൈഡ്, ലെഫ്റ്റ് സൈഡിൽ എച്ച്, റൈറ്റ് സൈഡിൽ OH, താഴെ ഇത് മുഴുവൻ. So this is isomerism with respect to this, isomerism അല്ല, asymmetric carbon atom. Okay, so ഇങ്ങനെ asymmetric carbon atom ഉള്ളതുകൊണ്ട് they have the ability to structurally rearrange and exhibit isomerism. This type of isomerism that these monosaccharides exhibit is called stereoisomerism. Okay, we'll come to the types of isomerism now. ഇപ്പൊ ഇതിന്റെ structures just ഒന്ന് നോക്കുക. അപ്പോൾ ഇതിപ്പോ നമ്മൾ നേരത്തെ കണ്ടു, ഇത് കീറ്റോ ഷുഗേഴ്സ് ആണ്. നേരത്തെ ഉള്ള കണ്ടതിനകത്ത് ഗ്ലിസറാൽഡിഹൈഡും എറിത്രോസും ആയിരുന്നു. ഇവിടെ അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് കാർബൺ ആറ്റത്തിലാണ് ഈ കാർബണൈൽ ഗ്രൂപ്പ് ഉള്ളത്, കീറ്റോസിസ് ആയതുകൊണ്ട്, C ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട്. സോ ദിസ് ഇസ് ഡൈഹൈഡ്രോക്സി അസറ്റോൺ, ഡൈഹൈഡ്രോക്സി അസറ്റോൺ. ഓക്കെ, ഇത് എറിത്രുലോസ്. എറിത്രുലോസും എറിത്രോസും തമ്മിലുള്ള വ്യത്യാസം, എറിത്രോസിനകത്ത് ആദ്യം ഫസ്റ്റ് കാർബൺ ആറ്റം തന്നെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആണ്, ഇവിടെ സെക്കൻഡ് കാർബൺ ആറ്റം ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. സോ ദീസ് ആർ കീറ്റോ ഷുഗേഴ്സ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൈബോസിനകത്ത് റൈബുലോസ്. റൈബോസ് നേരിട്ട് സി ആയിരുന്നു, ഇവിടെ CHO ആയിരുന്നു, ഇവിടെ ഇതാണ് C ഡബിൾ ബോണ്ടോ. ഓക്കെ, ഇത് അതുപോലെ 6 കാർബൺ ആണ്, ഫ്രക്ടോസ് ആൻഡ് സൈക്കോസ്. ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഫ്രക്ടോസ് നോക്കൂ, ഫ്രക്ടോസ് 6 കാർബൺ വിത്ത് സെക്കൻഡ് കാർബൺ ആറ്റം C ഡബിൾ ബോണ്ടോ. സോ 5 കാർബൺ റൈബുലോസ്, 4 കാർബൺ എറിത്രുലോസ്. ദെൻ ഇതുപോലെ കുറെ മോളിക്യൂൾ ഉണ്ട്. സൈലുലോസ് ഇതുപോലെ 5 കാർബൺ ആണ്, ബട്ട് ഇറ്റ് ഈസ് ഡിഫറെന്റ് ഫ്രം റൈബുലോസ് ബിക്കോസ് ദേ ഡിഫർ അറൌണ്ട് ദ കാർബൺ ആറ്റം 3. ഇവിടെ നോക്കൂ, COH H ആയിരുന്നു, ഇവിടെ HOH. with respect to carbon atom, they are epimers. Carbon atom 3. So that is the basic idea of monosaccharides. Okay, now what are isomers? Isomers are compounds having same chemical composition but different structural arrangement. നമ്മൾ തൊട്ട് മുമ്പ് കണ്ട സൈലുലോസും റൈബുലോസും പോലെ, അല്ലെങ്കിൽ ഗ്ലൂക്കോസും മാനോസും പോലെ, അല്ലെങ്കിൽ ഗ്ലൂക്കോസും ഫ്രക്ടോസും പോലെ. ഗ്ലൂക്കോസും ഫ്രക്ടോസും എന്താണ്? സെയിം മോളിക്കുലർ ഫോർമുല. പക്ഷെ അവിടെയുള്ള ഐസോമെറിസം സ്റ്റീരിയോ ഐസോമെറിസം അല്ല, ഫങ്ഷണൽ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചേഞ്ച്. സോ ദാറ്റ് ഇസ് കോൾഡ് ഫങ്ഷണൽ ഐസോമെറിസം. Okay, so what is stereoisomers? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ isomers in which the atoms are joined together in the same sequence but differ in their arrangement atoms around one or more asymmetric centers. Asymmetric carbon atom ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞു, 4 ബോണ്ട് കാർബണിന്റെ 4 വാലൻസിക്ക് ചുറ്റും 4 ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ആയിട്ടുള്ള ആ കാർബണെ നമ്മൾ കൈറൽ കാർബൺ എന്നും പറയും. ഇത് പ്രോപ്പർട്ടിയെ നമ്മൾ കൈറാലിറ്റി എന്ന് പറയും. ഓക്കെ, ദാറ്റ് ഇസ് വൺ തിങ്. അസിമെട്രിക് കാർബൺ ആറ്റം, കൈറാലിറ്റി. അപ്പൊ പലതരത്തിൽ ഐസോമേഴ്സ് ഫോം ചെയ്യാൻ പറ്റും. അതിനകത്തെ നമ്മൾ നേരത്തെ കണ്ടത് എപ്പിമെറിസം ആയിരുന്നു. ഈ അസിമെട്രിക് കാർബൺ ആറ്റം ഉള്ള മോളിക്യൂളുകൾ എക്സിബിറ്റ് ചെയ്യുന്ന പലതരത്തിലുള്ള സ്റ്റീരിയോ ഐസോമറിസം ഉണ്ട്. അതിൽ നമുക്ക് നമ്പർ ഇട്ട് തന്നെ പറയാം. ഒന്നാമത്തേത് ഇനാൻഷ്യോമേഴ്സ് അഥവാ ഓപ്റ്റിക്കൽ ആക്ടിവിറ്റി. അപ്പൊ ഈ അസിമെട്രിക് കാർബൺ ആറ്റം ഉണ്ടാവുമ്പോൾ ദേ ക്യാൻ ഫോം എ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ്. അപ്പൊ ഇതിനകത്ത് തന്നെ ഉണ്ടോ ഗ്ലിസറാൽഡിഹൈഡ്. ഗ്ലിസറാൽഡിഹൈഡിന്റെ ചുറ്റും 4 വ്യത്യസ്തമായ ഗ്രൂപ്പുകളല്ലേ, CHOH, ഇവിടെ CHO, ഇവിടെ CH2OH. അപ്പൊ ഈ ഗ്ലിസറാൽഡിഹൈഡിലേക്ക് നമ്മൾ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് കൊടുക്കുമ്പോൾ ഇറ്റ് വിൽ ഗോ ഇൻ 2 ഡയറക്ഷൻസ്. ടുവേർഡ്സ് ദ റൈറ്റ് പോയാൽ നമ്മൾ അതിനെ ഡീഗ്ലിസറാൽഡിഹൈഡ് എന്ന് പറയും, ഡെക്സ്ട്രോ റൊട്ടേറ്ററി. ഓക്കെ, ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകും. ഇത് നമ്മൾ മറ്റേ ഗ്ലിസറാൽഡിഹൈഡിന് ഒറ്റ കെമിക്കൽ ഫോർമുലേ ഉള്ളൂ, പക്ഷെ അത് 2 തരത്തിൽ എക്സിസ്റ്റ് ചെയ്യാം ബിക്കോസ് ഇറ്റ് പോസസസ് the ability to rotate plane polarized light, and this ability to rotate plane polarized light arises due to the fact that it is a chiral carbon or this is an asymmetric center. അപ്പൊ ഇങ്ങനെ അസിമെട്രിക് സെന്റർ ഉള്ളത് കൊണ്ടാണ് വിവിധ തരത്തിലുള്ള ഐസോമെറിസം വരുന്നത്. അപ്പൊ ആ ഐസോമെറിസം എന്ന് പറഞ്ഞാൽ ഓപ്റ്റിക്കൽ ആക്ടിവിറ്റി എക്സിബിറ്റ് ചെയ്യുന്നതാണ്, ദാറ്റ് ഇസ് ഇനാൻഷ്യോമേഴ്സ്.
അത് നമ്മൾ ഞാൻ ക്ലാസ്സിൽ അന്ന് എക്സാമ്പിൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തലമുടി ഫ്രണ്ടിൽ കൂടെ നോക്കുമ്പോൾ കണ്ണാടിയിൽ ബാക്കിലെ തലമുടി എങ്ങനെയാണോ അവിടെ നിന്ന് നോക്കുമ്പോൾ വേറൊരു രീതിയിലല്ല ഇത് നിൽക്കുന്നത്. അതേപോലെയാണ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ആണ്. ഇൻ 3-dimensional space these atoms can orient themselves differently. So under the influence of this asymmetric carbon atom, this light can be plain polarized light that is coming can be given out in two directions. That is what is this D glyceraldehyde and L glyceraldehyde. So this is one type of isomerism where we represent like this L glyceraldehyde and D glyceraldehyde. ഈ L glyceraldehyde അർത്ഥം HO ഇവിടെയും H ഇവിടെയും എന്നല്ല, നമുക്ക് പേപ്പറിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് ഈ പറഞ്ഞ രണ്ട് ഡയറക്ഷനിൽ പോകാനുള്ള സ്കോപ്പ് ഉണ്ട് എന്നാണ് അത് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, സോ ഇനി അടുത്തത് നമ്മൾ നേരത്തെ തന്നെ കണ്ടത് എപ്പിമേഴ്സ്. എപ്പിമേഴ്സ് മീൻസ് വിത്ത് റെസ്പെക്ട് ടു വൺ കാർബൺ ആറ്റം. നേരത്തെ കണ്ടില്ലേ ഗ്ലൂക്കോസും മാനോസും, അതിന്റെ ചുറ്റും ഇത് ശരിക്കും എച്ചിന്റെയും ഒ എച്ചിന്റെയും പൊസിഷണൽ ചേഞ്ച് ഉണ്ട് കേട്ടോ. ഇറ്റ് ഇസ് നോട്ട് an arbitrary function, okay, like optical activity. Here glucose and mannose with respect to carbon atom, actual electronic configuration around that second carbon atom is in such a way that H is in one direction and OH is in another direction. ഇതുപോലെ തന്നെ നേരിട്ട് മറ്റൊരു വ്യത്യാസമുള്ളത് നേരത്തെ കണ്ടു. ഗ്ലൂക്കോസ് ആൻഡ് കാലക്ടോസ് വിത്ത് റെസ്പെക്ട് ടു കാർബൺ ആറ്റം 4. They differ in structure in just one chiral carbon. Okay, so that is epimerism. ഇനി അടുത്തത് ആനോമെറിസം എന്ന് പറയുന്ന ഒരു മോഡലാണ്. ആനോമെറിസം എന്ന് പറയുന്ന ഒരു എപ്പിമെറിസം. അപ്പൊ ഇതിന് നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ റെപ്രസെന്റ് ചെയ്ത ഫിഷർ മോഡൽ അല്ലാതെ നമ്മൾ പലപ്പോഴും പ്രായോഗികമായിട്ട് ഉപയോഗിക്കുന്ന ഹാവോർത്ത് മോഡൽ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിലേക്ക് നമ്മൾ ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയൊക്കെ മാറ്റും. ഈ ഹാവോർത്ത് മോഡലിൽ എന്താ ഉള്ളതെന്ന് വെച്ചാൽ യു ക്യാൻ സീ, ജസ്റ്റ് സീ, നിങ്ങൾ സ്ട്രക്ചറുകൾ വരയ്ക്കണം കേട്ടോ, വരച്ച് പഠിക്കണം. അപ്പോഴേ നമുക്കിത് മനസ്സിലാവുള്ളൂ. നമ്മുടെ ഗ്ലൂക്കോസിന്റെ സ്ട്രക്ചർ ഒന്ന് നോക്കുക. അതിനകത്തെ കാർബൺ ആറ്റം 1ഉം കാർബൺ ആറ്റം 5ഉം ഇതവിടെ നിൽക്കട്ടെ, നമുക്ക് താഴത്തേക്ക് അതിന്റെ സ്ട്രക്ചർ നോക്കാം. The functional group in aldoses are C1. C1-നകത്താണ് ആൽഡോസ് മറ്റേ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉള്ളത്. C2 അതിലാണ് കീറ്റോസ് ഗ്രൂപ്പ് ഉള്ളത്. അപ്പോ just see the structure of glucose. This is the structure of glucose. നമ്മൾ നേരത്തെ വരച്ചാണല്ലോ കാർബൺ ആറ്റം 1 ആൽഡിഹൈഡ് ഗ്രൂപ്പ്, കാർബൺ ആറ്റം 2 HOH, കാർബൺ ആറ്റം 3 OH ഇപ്പുറത്തോട്ട്, H ഇവിടെ, ഫോർത്ത് കാർബൺ ആറ്റം ഇവിടെ OH, ഇവിടെ ഫിഫ്ത് കാർബൺ ആറ്റം H ഇവിടെ, OH ഇവിടെ, ഇത് CH2OH. ഓക്കെ, സോ ഇതിനകത്ത് just imagine when the first carbon atom, which is an aldehyde, decides to share this oxygen with an alcohol of the fifth carbon atom. ഈ ഓക്സിജൻ ഇവര് രണ്ടുപേരും കൂടി ഷെയർ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ ജസ്റ്റ് സി ഇതാണ് ഫിഫ്ത് കാർബൺ ആറ്റം. നമ്മൾ ഇങ്ങനെയാണ് ഗ്ലൂക്കോസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. നിങ്ങൾ പിന്നീട് വന്ന കുട്ടികൾ ഈ സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുന്നത് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതെങ്ങനെയാ വന്നതെന്ന് വെച്ചാൽ ഫിഫ്ത് കാർബൺ ആറ്റത്തിലെ OHും ഫസ്റ്റ് കാർബൺ ആറ്റത്തിലെ ആൽഡിഹൈഡും ഓക്സിജൻ ഷെയർ ചെയ്യും. അപ്പൊ എന്ത് പറ്റും? As a result of that, this is what happens. ഈ ഒരു തരത്തിലുള്ള ഓറിയന്റേഷൻ വരും. മനസ്സിലായോ? ആ ഓക്സിജൻ വഴി ഇത് ഷെയർ ചെയ്യുമ്പോൾ the free aldehyde group is present here. ഓക്കെ, ഈ കാർബൺ ആറ്റവുമായി ബന്ധപ്പെട്ട CHO ഇവിടെ ഉണ്ട്, പിന്നെ OH താഴത്തേക്ക് ഉണ്ട്. സോ ദിസ് ടൈപ്പ് ഓഫ് മോഡൽ വേറെ രണ്ട് തരത്തിൽ ഈ കാർബണിന് എക്സിസ്റ്റ് ചെയ്യാം. ഒന്ന് H മുകളിലേക്കും OH താഴത്തേക്കും, ഒന്ന് OH മുകളിലേക്കും H താഴത്തേക്കും. അപ്പൊ ആസ് എ റിസൾട്ട് ഓഫ് ദിസ് the carbon atom 1 is called the anomeric carbon atom, and ഇതിന് ചുറ്റും ഉള്ള ഓറിയന്റേഷന്റെ വ്യത്യാസമാണ് H മുകളിലേക്കും OH താഴത്തേക്കുമായി നമ്മൾ റെപ്രസെന്റ് ചെയ്തത്. ഇവിടെ OH മുകളിലേക്കും H താഴത്തേക്കുമായി നമ്മൾ റെപ്രസെന്റ് ചെയ്തതുമാണ് anomerism, and this is anomeric carbon. So carbon atom 1, which has the functional aldehyde group, will exist in two forms. Okay, this H മുകളിലേക്ക് ആയിട്ടുള്ളതിനെ നമ്മൾ ആൽഫ ഡി ഗ്ലൂക്കോപൈറനോസ് എന്ന് പറയും. ഈ സ്ട്രക്ചർ ഈ ഹാവോർത്ത് മോഡലിൽ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ പൈറൻ എന്ന് പറയുന്നത്. അപ്പൊ ഗ്ലൂക്കോസ് ആയതുകൊണ്ട് ഇതിനെ നമ്മൾ ആൽഫ ഡി ഗ്ലൂക്കോപൈറനോസ് എന്ന് പറയും.
അടുത്തത് ബീറ്റാ ഡി ഗ്ലൂക്കോപൈറനോസ്. ഓക്കെ, ബീറ്റാ ഡി ഗ്ലൂക്കോപൈറനോസ്. Are you getting this? അപ്പൊ ഈ തരത്തിലുള്ള ഐസോമെറിസം പോസിബിൾ ആവുന്നത് ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് the existence of this anomeric carbon which has the functional group. Okay, appo idana alpha and beta anomers, and the anomeric carbon atom is in case of aldosis is this. Okay, ഇവിടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇതിനകത്ത് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഇതാണ് സംഭവിച്ചത്. ഇതിന്റെ ഫസ്റ്റ് സെക്ഷൻ മാത്രം നോക്കിയാൽ മതി. ആൽഡിഹൈഡ് ഫസ്റ്റ് കാർബൺ ആറ്റം, ആൽക്കഹോൾ ഉള്ളത് ഫിഫ്ത്ത് കാർബൺ ആറ്റം. ഇത് രണ്ടും കൂടിയും ചേർന്നപ്പോൾ ഓക്സിജൻ ഷെയർ ചെയ്തപ്പോൾ വാട്ട് ഹാപ്പൻ, ഒരു ഓക്സിജൻ ഇസ് റിലേറ്റഡ് ടു ദിസ് OH, ബാക്കി ഫുൾ വരുന്നത് ഈ ഫിഫ്ത്ത് കാർബൺ ആറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവം. So this carbon is called the hemiacetal carbon. Okay, and this structure is called the pyranose structure. This is anomerism. Okay, so aldehyde plus alcohol, ഈ കാർബൺ ശ്രദ്ധിക്കൂ. ഓക്കെ, the first ഗ്രൂപ്പ് ഉള്ള കാർബണും ഫിഫ്ത്ത് ഗ്രൂപ്പുള്ള കാർബണും, ഫിഫ്ത്ത് ഗ്രൂപ്പുള്ള കാർബണിലേക്ക് ഈ R ഗ്രൂപ്പ് അങ്ങ് അറ്റാച്ച് ചെയ്തു, OH ഇവിടെ വന്നു, H ഇവിടെ വന്നു. Okay, so that's what is a hemiacetal carbon. ഇതേപോലെ തന്നെയുള്ള ഒരു സംഭവമാണ് ഹെമികീറ്റൽ. അതിപ്പോ നമ്മൾ കാണും, ഇവിടെ ആൽഡിഹൈഡിന് പകരം C ഡബിൾ ബോണ്ടോ ആണ്. അപ്പൊ anomeric carbon atom will be the second carbon atom with respect to, ഇപ്പൊ നമ്മൾ ഫ്രക്ടോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതായിരിക്കും ഇതിന്റെ anomeric carbon atom. ഫ്രക്ടോസിന്റെ സ്ട്രക്ചറിൽ CH2OH മുകളിലായിരുന്നല്ലോ, CH2OH മുകളിലും OH താഴെ. അപ്പൊ ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ള കാർബൺ ആണ് ഓക്സിജൻ ഷെയർ ചെയ്യുന്നത്. സോ ഇൻ കീറ്റോസിസ് സെക്കൻഡ് കാർബൺ ആറ്റം ഇസ് ദി anomeric carbon atom. അപ്പൊ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, കാരണം CH2OH ഇവിടെയാണല്ലോ. CH2OH ദി anomeric carbon atom, സെക്കൻഡ് കാർബൺ ആറ്റവും ഫിഫ്ത്ത് കാർബൺ ആറ്റവും തമ്മിൽ ഓക്സിജൻ ഷെയർ ചെയ്യുന്നു. ഓക്കെ, സോ ഈ റിംഗ് സ്ട്രക്ചറിനെ നമ്മൾ പറയുന്നത് ഫ്യൂറൻ റിംഗ് സ്ട്രക്ചർ എന്നാണ്. So this compound is called furanose. മറ്റേത് പൈറനോസ് ആയിരുന്നു, ഇവിടെ ഫ്യൂറനോസ്. സോ CH2OH മുകളിലേക്കും OH താഴെയുമാണെങ്കിൽ ഫ്രക്ടോ ആൽഫ ഡി ഫ്രക്ടോ ഫ്യൂറനോസ്. OH മുകളിലേക്കും CH2OH താഴേക്കുമാണെങ്കിൽ ബീറ്റ ഡി ഫ്രക്ടോ ഫ്യൂറനോസ്. So this type of isomerism is called anomerism. Okay, ഇനി നമ്മൾ അതിനകത്ത് എഴുതി വെച്ചേക്കുന്ന കാര്യത്തിലേക്ക് പോകാം. So what is anomerism? Anomers are cyclic monosaccharides that differ only in the arrangement of groups around the anomeric carbon. So this anomeric carbon എന്ന് പറയുന്ന aldoses ആണ് C1, ketosis ആണെങ്കിൽ C2 ആണ്. Okay, so this is basically formed because of the formation of the hemiacetal and hemiketal carbon respectively. Is that okay? ഇനി there is a property called mutarotation. Mutarotation എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ സൊല്യൂഷനിൽ ഈ സൈക്ലിക് സ്ട്രക്ചേഴ്സിലാണ് കേട്ടോ ഈ പറഞ്ഞ ഫ്യൂറനോസും പൈറനോസും ഒക്കെ ആയിട്ടാണ് ഇൻ സൊല്യൂഷൻ എപ്പോഴും ഗ്ലൂക്കോസും ഫ്രക്ടോസും ഒക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് മ്യൂട്ടാറൊട്ടേഷനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓവർ എ പീരിയഡ് ഓഫ് ടൈം this alpha form of glucose will readily interconvert into beta form. Appo in the presence of an aqueous solution they exhibit anomers. അത് നമുക്ക് തിരിച്ചറിയുന്നത് നമ്മൾ സൊല്യൂഷൻസിന്റെ ഓപ്റ്റിക്കൽ ആക്ടിവിറ്റി നോക്കുമ്പോഴാണ്. ഓപ്റ്റിക്കൽ ആക്ടിവിറ്റി നോക്കുമ്പോൾ അറിയാലോ, എച്ചും OHന്റെയും ഓറിയന്റേഷൻ ഡിഫറെന്റ് ആണെങ്കിൽ അതിന്റെ ഓപ്റ്റിക്കൽ ആക്ടിവിറ്റി വ്യത്യാസം കാണിക്കും. കാരണം അസിമെട്രിക് കാർബൺ ആറ്റം ആണല്ലോ ഫസ്റ്റ് കാർബൺ ആറ്റത്തിന് ചുറ്റും എപ്പോഴും ഇത് വരുന്നത്. സോ നമ്മൾ അത് തിരിച്ചറിയുന്നത്. സോ വാട്ട് ഇസ് മ്യൂട്ടാറൊട്ടേഷൻ? ഇറ്റ് ഇസ് ദി പ്രോപ്പർട്ടി ഓഫ് anomeric carbon to exhibit, that is in solution the anomeric carbon atom ഉള്ളത് കൊണ്ട് ഓപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കുന്നത് ഈക്വലിബ്രിയം മിക്സ്ചേഴ്സിനകത്ത് ആൽഫ ബീറ്റ ഡി ഗ്ലൂക്കോസിന്റെ ആണ്. സോ ദിസ് കൺവേർഷൻ ഇസ് ഇന്റർകൺവേർഷൻ ഇസ് കോൾഡ് mutarotation. So in solution, because of the ability of this carbon to exhibit anomerism, you will find alpha D
glucopyranose, beta-D glucopyranose and mixture of this equilibrium mixture. അപ്പോൾ മൂന്ന് തരത്തിലുള്ള ഓപ്റ്റിക്കൽ ആക്ടിവിറ്റി ഒരേ സമയം ഈ മോളിക്യൂളുകൾ എക്സിബിറ്റ് ചെയ്യും. അതിന് കാരണം anomeric carbon atom. ഓക്കെ, സോ ഇതാണ് മറ്റൊരു പ്രോപ്പർട്ടി. ഇനി ഈ ഇതിനകത്ത് കാണുന്നതെല്ലാം കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഗ്ലൂക്കോസിന്റെ ഷുഗേഴ്സ് ആണ്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ബേസിക് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് ഇവിടെ സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ എച്ചും ഒ എച്ചിനും പകരം എച്ചും NH2 വരികയാണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് ഗ്ലൂക്കോസ് അമീൻ. ഇവിടെ NH C ഡബിൾ ബോണ്ടോ CH3 വരികയാണെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് അസറ്റൈൽ ഗ്ലൂക്കോസ് അമീൻ, N-acetyl glucose amine. The connection is through the amide. Okay, so it is an acetylated amine. ഇതൊക്കെ ധാരാളം വരുന്നതാണ്. ഓക്കെ, സോ ദിസ് ഇസ് ആൻ N-acetyl glucose amine. മോഡിഫൈഡ് ആയിട്ടുള്ള ഷുഗർ ഗ്രൂപ്പുകളാണ് ഇതിനകത്തുള്ളത്. അതുപോലെ തന്നെ ഗാലക്ടോസമീൻ, ഗാലക്ടോസമീനും ഗ്ലൂക്കോസമീനും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഫോർത്ത് കാർബൺ ആറ്റം ഇവിടെയാണ് റെപ്രസെന്റ് ചെയ്തത്. അപ്പൊ ഇവിടെ എച്ചും ഒ എച്ചും ഇവിടെ ഒ എച്ചും എച്ചും ഇവിടെയായി. ഓക്കെ, അതുപോലെ ഇനിയും വരാൻ സാധ്യതയുള്ള കുറച്ച് മോളിക്യൂൾസ് ആണ് ഇത്. ഗ്ലൂക്കോസിന്റെ നിങ്ങൾ ഗ്ലൈക്കോലൈസിസ് ഒക്കെ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ 6th പൊസിഷനിൽ ഒ എച്ചിന് പകരം ഫോസ്ഫേറ്റ് വരുമ്പോഴാണ് എസ്ട്രിഫൈഡ് ടു എ ഫോസ്ഫേറ്റ്, ഇറ്റ് ഇസ് കോൾഡ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്. അതുപോലെ തന്നെ മ്യൂറാമിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ NH2 അതിന്റെ കൂടെ ഒരു R ഗ്രൂപ്പാണ്. ഈ R ഗ്രൂപ്പ് ഒരു അസറ്റൈൽ ഗ്രൂപ്പാണ്, അതുകൊണ്ടാണ് മ്യൂറാമിക് ആസിഡ്. Just see this R group that comes here. Then we have N-acetyl muramic acid. ഇത് നമ്മുടെ ബാക്ടീരിയൽ സെൽ വാളിലൊക്കെ വരുന്ന മോളിക്യൂൾ NHC ഡബിൾ ബോണ്ടോ CH3 അതിന്റെ കൂടെ ഒരു R ഗ്രൂപ്പ് ഇതുപോലെ CH3 CHO CO മൈനസ്. ഓക്കെ, സോ ദീസ് ആർ സം ഓഫ് ദി ഡിയോക്സിറൈബോസ് ഷുഗർ ഉണ്ട്. പലതരത്തിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഷുഗേഴ്സ് ആണ് ഇത്. നമ്മൾ പല സ്ഥലത്തും കാണും. അതുപോലെ ഇത് ആസിഡ് ആയിട്ടുള്ള ഗ്ലൂക്രോണിക് ആസിഡ് എന്ന് പറയുന്നതാണ് ഇത് ഗ്ലൈക്കോസമീനോ ഗ്ലൈക്കൻസിലെല്ലാം വരും. അതുപോലെ ഗ്ലൂക്കോണേറ്റിനകത്ത് ഈ ചെയിൻ ബ്രേക്ക് ചെയ്ത് ആൽഡിഹൈഡ് മാറി അവിടെ ആസിഡ് ആവും. അതുപോലെ സയാലിക് ആസിഡ്, അതിന്റെ പേര് N-acetyl nuraminic acid എന്നാണ്. ഓക്കെ, N-acetyl nuraminic acid. ഇവിടെയാണ് ഈ പറഞ്ഞ നമ്മുടെ സെക്കൻഡ് കാർബൺ ആറ്റം അല്ല, ഇവിടെയാണ് അസറ്റൈലേറ്റഡ് അമിനോ ഗ്രൂപ്പ് ഉള്ളത്. വിത്ത് റെസ്പെക്ട് ടു കാർബൺ ആറ്റം 4 NHC ഡബിൾ ബോണ്ടോ CH3, ഇവിടെ R വരും, ഇവിടെ CO മൈനസ് വരും. ഈ സയാലിക് ആസിഡ് ഒക്കെ സർഫസ് ആയിട്ടുള്ള മറ്റേ സെൽ സർഫസ് പോളിസാക്കറൈഡുകളുടെ ഭാഗമായിട്ട് വരുന്നതാണ്. Okay, so these are some specific examples of modified sugar groups. Okay, ഇനി അതുപോലെ തന്നെ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പറഞ്ഞ ഗ്ലൂക്രോണിക് ആസിഡ് എന്ന് പറയുന്നത് C double bond O. So this is what happens when you have these are chemical reactions. ഈ പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടെങ്കിലാണ് നമ്മൾ എന്താ പറയാ, ഇവിടെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പ് റെഡ്യൂസിങ് ഷുഗർ എന്ന് നമ്മൾ പറയുന്നത് ഇതുകൊണ്ടാണ്. റെഡ്യൂസിങ് ഷുഗേഴ്സ് മീൻസ് ദേ ക്യാൻ സപ്ലൈ ഇലക്ട്രോൺസ് ആൻഡ് ചേഞ്ച് ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നിങ്ങൾ ബെനഡിക്സ് ടെസ്റ്റ്, ഫെല്ലിങ്സ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ റെഡ്യൂസിങ് ഷുഗറുകളായിട്ട് ഇവരെല്ലാം എക്സിറ്റ് ചെയ്യും. ആനോമെറിക് കാർബൺ ഉണ്ടെങ്കിൽ ഈ ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഇലക്ട്രോൺസിനെ സപ്ലൈ ചെയ്തിട്ട് it will be converted to this form. So that is the aldehyde will be converted to acid. So ഇതുകൊണ്ട് ഇപ്പൊ what happens is that oxidation state of ഈ പറഞ്ഞ ബെനഡിക്സ് റിയേജന്റ് ആണെങ്കിലും നമ്മുടെ എന്തായിരുന്നു ഫെല്ലിങ്സ് റിയേജന്റ് ഒക്കെ ആണെങ്കിൽ ഈ അതിനകത്ത് കണ്ടന്റ് ആയിട്ടുള്ള കോപ്പറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിലും വ്യത്യാസം വരും. So that is why you get that orange color. So this is why these sugars are called reducing sugars. ഇവിടെ ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഈ ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ് will supply electrons and reducing sugars. So reducing sugars will get oxidized. അതായത് this will lose its electron. That electron will be accepted by the reagent and in the process the sugar is converted to the acid derivative. So that is what gives this orange color. Bendix reagent നകത്തൊക്കെ നമുക്ക് കളർ കിട്ടുന്നത് അതുകൊണ്ടാണ്. Okay, so disaccharides I will do in the next slide. Okay, thank you.